ഓരോ അവസരങ്ങളും ഇത്ര പെട്ടെന്ന് ഇങ്ങനെ അവസാനിച്ചു പോകുന്ന എന്താ? എത്ര കഷ്ടപ്പെട്ടിട്ടാ ഓരോ പരിപാടികള് ഒപ്പിച്ചുകൊണ്ട് വരുന്നേ. അതൊക്കെ ഇത്ര പെട്ടെന്ന് സോൾവ് ആകുന്നതിന്റെ അർത്ഥം എന്താ? ആ മാളു വീണ് കിടക്കുന്നത് കണ്ടപ്പോ ഞാൻ എന്തുമാത്രം സന്തോഷിച്ചതാ. അവളെ ആശുപത്രിയിലോട്ട് എടുത്തോണ്ട് ഓടിയപ്പോ തന്നെ ആ പാവ ഞാൻ കത്തിച്ചതുവാ. ഒരു തരത്തിലും മാളുവിൽ കയറിയ ദുരാത്മാവ് ഒഴിഞ്ഞു പോകില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടപ്പോഴേക്കും ടാറ്റ ബൈ ബൈ പറഞ്ഞ് ദുരാത്മാവ് ഒഴിഞ്ഞു പോയോ? ഡോക്ടറെ പേടിയുള്ള ദുരാത്മാവൊക്കെ ഉണ്ടോ? എന്നാലും വല്ലാത്തൊരു പണിയായിപ്പോയി. ആ മാളു എന്തെങ്കിലും അവർക്കെതിരെ പ്രവർത്തിച്ചു കണ്ടിരുന്നേ ഒരു സമാധാനം ഉണ്ടായിരുന്നു. ഇതിപ്പോ വന്നപ്പോ മുതൽ മുറിയിൽ കയറി കിടക്കില്ലേ അവള്. എന്താ അമ്മ, എന്താ ഒരു ആലോചന? ആ നീ വന്നോ? നീ എവിടെ പോയതാ? ആ പിശാശിന്റെ ബർത്ത്ഡേക്ക് കേക്ക് മുറിച്ച് ആഘോഷിച്ചോണ്ട് നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല. സമയവും ഇല്ലായിരുന്നു. അല്ല, നീ ആ പാവ എന്റെ കൈ കൊണ്ടു തന്നിട്ട് എങ്ങനെയും മാളൂന് കൊടുക്കാനും പറഞ്ഞ് നീ നിന്റെ പാട്ടിന് പോയി. ഞാനതെങ്ങനെ കൊടുക്കും? നീ തന്നെ പറ. അപ്പൊ കൊടുത്തില്ലേ അമ്മ? കൊടുത്തു. പക്ഷെ അത് ഞാൻ കൊടുത്താ വാങ്ങില്ലല്ലോ. പിന്നെങ്ങനെ കൊടുത്തു? രാജിയുടെ കയ്യിൽ കൊടുത്ത് കൊടുപ്പിക്കാവെന്ന് വെച്ച് നോക്കിയപ്പോ രാജിയെ കാണാനില്ല. രാഹുലിനോടൊരു നമ്പർ ഇറക്കി നോക്കി, അവനും കൊടുത്തില്ല. വാങ്ങിയവര് തന്നെ കൊടുത്താ മതി എന്ന് പറഞ്ഞ് അവൻ പോയി. പിന്നെ ഞാൻ തന്നെ കൊണ്ടു കൊടുത്തു. എന്നിട്ട് എന്തായി? എന്നിട്ട് എന്തായിന്നൊക്കെ പറയാം. ആദ്യം നീ പ്രേതം പിടിച്ച പാവ എന്റെ കൈ തന്നിട്ട് എങ്ങോട്ടാ മുങ്ങിയെന്ന് പറ. എന്റെ ഒരു ഫ്രണ്ട് ഇന്നലെ UK നാട്ടിൽ വന്നു. അവളൊന്ന് കാണാൻ വേണ്ടി പോയതാ. ഇവിടെ ഇപ്പൊ നിന്നിട്ട് എന്തിനാ? ആ പിശാചിന് ഹാപ്പി ബർത്ത്ഡേയും പാടിക്കൊടുത്ത് കേക്കും കട്ടിയേപ്പിച്ച് ഇവിടെ നിൽക്കായിരുന്നു. അല്ലാതെ ഇപ്പൊ എന്താ? ആ മന്ത്രവാദിനാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കുട്ടിച്ചാത്തനുണ്ട്, ഭൂതമുണ്ട്, തേങ്ങാക്കൊല്ലുണ്ടെന്നൊക്കെ പറഞ്ഞ് എന്റെ കയ്യില് ഒരു പാവയും തന്നു വിട്ടു. ഇതൊക്കെ കണ്ട് മടുത്ത് മനസ്സ് മരവിച്ചിട്ടാ ഈ വീട്ടിൽ പോലും എനിക്ക് നിൽക്കാൻ തോന്നാത്ത. മോളെ, എന്നാ ഇതങ്ങനെയല്ല. ഞാൻ ആ പാവയും കൊടുത്ത് ഒരു ഹാപ്പി ബർത്ത്ഡേ വിഷും ചെയ്ത് ഒരു പീസ് കേക്കും തിന്നുകൊണ്ട് നിൽക്കുമായിരുന്നു. പെട്ടെന്ന് പൂജാമുറിന്നൊരു ശബ്ദം കേട്ടു. ഞങ്ങൾ ഓടി അവിടെ ചെന്നപ്പോ പൂജാമുറിയിലെ വിളക്ക് മറിഞ്ഞു വീണ് തുണിയിൽ തീ പിടിച്ചു കിടക്കുന്നു. രാഹുലും മഹയും കൂടി തീ അണച്ചിട്ട് ഞങ്ങൾ തിരിച്ചു വന്ന് നോക്കുമ്പോ മോളെ, ആ കാഴ്ചയൊന്ന് കാണണമായിരുന്നു. ദേ കിടക്കുന്ന ബർത്ത്ഡേ ഗേള് മാളു താഴെ, കുറച്ചപ്പുറത്തായിട്ട് പാവേ. ഉടനെ അവരെല്ലാം കൂടി കൊച്ചിനെടുത്ത് ഓടടാ ഓട്ടം. എങ്ങോട്ട്? ഹോസ്പിറ്റലിലേക്ക്. നീ എന്നോട് പറഞ്ഞിരുന്നില്ലേ അതിനകത്തെ ദുരാത്മാവ് ആ കൊച്ചിന്റെ ദേഹത്ത് കയറിക്കഴിഞ്ഞാ ആ പാവ കത്തിച്ചു കളഞ്ഞേക്കണമെന്ന്? അതെ. ഞാൻ അപ്പൊ തന്നെ അത് ബാക്കിൽ കൊണ്ടുപോയി കത്തിച്ചു കളഞ്ഞു. അത് കത്തിച്ചോ? അപ്പൊ അതിലുള്ള ദുരാത്മാവ് കൊച്ചിന്റെ ദേഹത്ത് കയറിയല്ലേ? കയറി. പക്ഷേ എന്താ ഒരു പക്ഷേ? ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വന്ന ശേഷം ഒരനക്കവും ഇല്ല. ഇങ്ങനൊരു സംഭവം ഇവിടെ നടന്നതായിട്ട് പോലും അറിയാൻ പറ്റുന്നില്ല. ഇനി ഹോസ്പിറ്റലിൽ പോയപ്പോ ആത്മാവ് ഇറങ്ങിപ്പോയോ? അങ്ങനെ ഇറങ്ങിപ്പോവാനൊന്നും പറ്റില്ല അമ്മേ. സത്യം പറയാലോ, ആ മന്ത്രവാദിനിയോടുള്ള എന്റെ വിശ്വാസം ചെറുതായിട്ടൊന്ന് കുറഞ്ഞു വരുമായിരുന്നു. പക്ഷേ ഇല്ല, ഇനി അവരെ ഞാൻ അവിശ്വസിക്കില്ല. ആ പാവ കത്തിച്ചു കളഞ്ഞതുകൊണ്ട് ഇനി ഒരിക്കലും ആ ആത്മാവ് മാളുവിന്റെ ശരീരം വിട്ടു പോവില്ല. ഇനി ആ ആത്മാവ് ശരീരത്തിൽ നിന്ന് ഇറങ്ങി പോണമെങ്കിൽ മാളു മരിക്കണം. ആര് മരിക്കുന്ന കാര്യമോ? മാളു. ശരിയല്ലെന്നറിയാം, പക്ഷേ അതൊരു വിഷവിത്ത. അത് പടർന്നു പന്തലിച്ച നമ്മളെല്ലാം വിഴുങ്ങിക്കളയും. ആന്റി, ഇന്ന് അവൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ഒരു പാവ കൊടുത്തിരുന്നു. സംഭവങ്ങളെല്ലാം ഹൈമോദി പറഞ്ഞു. എല്ലാം കറക്റ്റായിട്ടൊന്ന് നടന്നാ മതിയായിരുന്നു. ഒരു കല്ലിളകിയാ മതി, ഏത് വലിയ കൊട്ടാരവും വീഴാൻ വലിയ താമസമൊന്നും ഉണ്ടാവില്ല. ആന്റി നോക്കിക്കോ, അവരുടെ അടിത്തറ ഇളകി കഴിഞ്ഞു. ഇനി അവരുടെ നാശത്തിന്റെ തുടക്കമാ.
ശ്രീമഹേശ്വര രക്ഷിക്കണേ. എന്റെ മാളൂന് ആപത്തൊന്നും വരുത്തരുതേ. എന്തിനാ ഭഗവാനെ അവർക്കെല്ലാം ആ കുഞ്ഞിനോട് ഇത്ര ശത്രുത? ഈ ചെറിയ പ്രായത്തിനിടയില് ആ കുഞ്ഞ് എന്തെല്ലാം അനുഭവിച്ചു. ഇനി അവളെ പരീക്ഷിക്കരുതേ ഭഗവാനെ. എന്റെ മഹിയേട്ടൻ ജീവിക്കുന്നതന്നെ മാളൂന് വേണ്ടിയാ. എന്റെ ജീവിതവും മാളൂന് വേണ്ടിയാ. ഗൗരി ചേച്ചി മരിച്ചിട്ടും ഈ ഭൂമി വിട്ടു പോകാതെ അരൂപിയായിട്ട് അലയുന്നത് മാളൂന് ആപത്തൊന്നും വരാതിരിക്കാനായ. എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല ശ്രീമഹേശ്വര. അവൾക്ക് ഒരാപത്തും വരാതെ കാത്തോണേ ഭഗവാനെ. രക്ഷിക്കണേ. എത്രയും പെട്ടെന്ന് ആ ഡോൾ എടുത്തുകൊണ്ട് ഭട്ടതിരിയെ പോയി കാണണം. മാളു എന്താ മാളു? എന്താ എന്റെ മോൾക്ക് പറ്റിയത്? അറിയില്ല എന്താന്ന്. എനിക്ക് ഓർമ്മയില്ല ഗംഗെ. ദേഹം മുഴുവൻ വേദന എടുക്കുക. ആകെ സങ്കടവും വരുന്നു. മോള് പേടിക്കണ്ട കേട്ടോ, എല്ലാം ശരിയാവും. നമുക്ക് ശ്രീമഹേശ്വരനോട് പ്രാർത്ഥിക്കാം കേട്ടോ. എനിക്ക് എന്താ ഗംഗെ, പനിയാണോ? മോൾക്ക് ഒരു കുഴപ്പമില്ല, എല്ലാം ശരിയാവും കേട്ടോ. എന്തു വേണമെന്നാ നീ പറയുന്നേ? അമ്മേ, നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കി, എന്നിട്ട് എന്താ ഉണ്ടായിട്ടുള്ളത്? എല്ലാം പഠിക്കൽ കൊണ്ടിട്ട് കുട ഉടയ്ക്കും. ഇതിപ്പോ നമുക്ക് കിട്ടിയിട്ടുള്ള ഗോൾഡൻ ചാൻസ്. ഇതുകൂടി കറക്റ്റായിട്ട് ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ എല്ലാരും കുറച്ച് വിഷം മേടിച്ച് കലക്കി കുടിച്ച് ആത്മഹത്യ ചെയ്താൽ മതി. നീ ഇങ്ങനെ ഡയലോഗ് അടിച്ചോണ്ട് നിൽക്കാതെ കാര്യം എന്താന്ന് വെച്ചാൽ പറയേ. എനിക്കാണെങ്കിൽ ടെൻഷനായിട്ട് വയ്യ. ടെൻഷനായിട്ട് അമ്മയ്ക്ക് വിശപ്പുണ്ടായിട്ടുണ്ടാവുമല്ലേ? ആണെന്നേ. ഒന്നും മിണ്ടായിരിക്കാമേ. ശ്രേയേ, നീ എന്തെങ്കിലും മനസ്സിൽ കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ അത് പറ. ആന്റി, ഞാൻ പറഞ്ഞു വന്നതുപോലെ നമുക്കിപ്പോ കിട്ടിയിരിക്കുന്ന ഒരു ഗോൾഡൻ ചാൻസ് തന്നെയായത്. പാറയിലെ ദുരാത്മാവ് മാളുവിന്റെ ദേഹത്ത് കയറി കഴിഞ്ഞു. അമ്മ പാവ കത്തിച്ചും കളഞ്ഞു. ഇനി ആ ദുരാത്മാവ് മാളുവിന്റെ ശരീരത്തിൽ നിന്ന് അവളുടെ മരണം വരെ ഇറങ്ങി പോത്തില്ല. ആ മരണം അടുത്ത് തന്നെ സംഭവിക്കുകയും ചെയ്യും. പക്ഷെ നമ്മളത് സംഭവിക്കുന്നത് വരെ വെയിറ്റ് ചെയ്തിരുന്ന അത് മണ്ടത്തരമായിരിക്കും. മോളെ, ക്ഷമയ്ക്ക് ആട്ടിൻ സൂപ്പിന്റെ ഫലം കിട്ടുമെന്നാ ചൊല്ല്. അമ്മ ആടിനെ വെട്ടി ആട്ടിൻ സൂപ്പ് ഉണ്ടാക്കി കുടിച്ചോണ്ടിരിക്കും. ഒന്നുകിൽ എന്തെങ്കിലും ഐഡിയ പറയണം, അല്ലെങ്കിൽ ഐഡിയ പറയുന്നത് മിണ്ടാ നിന്ന് കേൾക്കണം. ഞാൻ മുഴുവൻ പറഞ്ഞു തീർന്നോ? ഇല്ലല്ലോ. ഇല്ല. ശ്രേയേ, നീ പറയേ. ഹൈമാവതി ഇനി ഇടയിൽ കയറി സംസാരിക്കില്ല, അതെന്റെ ഉറപ്പാ. ശരി, നമ്മൾ അത്രയും നാളും കാത്തു നിൽക്കാൻ പാടില്ലെന്ന എന്റെ ഒരു അഭിപ്രായം. ശുഭാപ്തി ശീഘ്രം എന്നൊരു ചൊല്ലും കൂടെ ഉണ്ട്. അത് കേട്ടിട്ടുണ്ടോ? ആ, ഉണ്ട്.
എന്നാ ഇനി മിണ്ടാതെ നിന്ന് കേൾക്കണം. നമ്മൾ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി മാളുവിനെ തീർക്കാനുള്ള അവസരം സൃഷ്ടിച്ചെടുക്കണം. അല്ല ശ്രേയെ. നാത്തൂനെ, ആ ശരി. ആന്റി, ഈ അമ്മ മൊത്തം കുളമാക്കും. വെറുതെ അല്ല ഒരു പ്ലാൻ വിജയിക്കാത്തത്. ഞാൻ ഇനി ഒന്നും മിണ്ടുന്നില്ല. ഇനി ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് ഐഡിയ വർക്കൗട്ട് ആകാതിരിക്കണ്ട. നീ പറഞ്ഞു തീരുന്നതുവരെ ഞാൻ കമാന്നൊരക്ഷരം മിണ്ടില്ല. പോരെ? ശ്രേയ, നീ കാര്യം എന്താന്ന് വെച്ചാ പറ. കുറെ നേരമായിട്ട് നീ നിന്ന് സസ്പെൻസ് ഇടുവാണല്ലോ. പറയാ ആന്റി, അതായത് ഒരു മരണം സംഭവിക്കാനുള്ള സിറ്റുവേഷനിൽ നമ്മൾ മാളുവിനെ കൊണ്ട് എത്തിക്കണം. വേറൊന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. ബാക്കിയെല്ലാം ആ ദുരാത്മാവ് ചെയ്തോളും. മനസ്സിലായില്ല, തെളിച്ചു പറ. ഉദാഹരണത്തിന് ഒരു റെയിൽവേ ട്രാക്കില് നമ്മൾ മാളുവിനെ കൊണ്ട് നിർത്തുന്നു. ട്രെയിൻ വരുന്ന സമയമാണ്. ട്രെയിൻ വരുന്നതും മാളുവിന്റെ ഉള്ളിലെ ദുരാത്മാവ് മാളുവിനെ ആ ട്രെയിനിന്റെ മുന്നിലേക്ക് ചാടിച്ചോളും. അതോടെ അവൾ ആ ട്രെയിനിന്റെ മുന്നിൽ കഷ്ണമായിട്ട് അങ്ങ് തീരും. പോലീസ് വന്ന് അന്വേഷിക്കുമ്പോ ഇറ്റ്സ് എ ക്വൈറ്റ് ആക്സിഡന്റ്. മാളുവും തീരും, നമ്മളും സേഫ്. മനസ്സിലായോ? മനസ്സിലായി. അതുപോലൊരു സിറ്റുവേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോ റെയിൽവേ ട്രാക്കിൽ കൊണ്ട് കളയാമെന്നാണോ ശ്രേയ പറയുന്നത്? അല്ല ആന്റി, കുറച്ചുകൂടി റിലയബിൾ ആവണമെന്നുണ്ടെങ്കിൽ അവള് മഹീഡിന്റെ മുന്നിൽ വെച്ച് തന്നെ മരിക്കണം. നമ്മളെല്ലാം കൂടെ ഉണ്ടാവുകയും വേണം. അതിന് എന്തെങ്കിലും ഒരു ആഘോഷം ഇവിടെ നടക്കണം. മാളുവിന്റെ ബർത്ത്ഡേ ഇപ്പൊ കഴിഞ്ഞല്ലേ ഉള്ളൂ. ഇനി ഇപ്പോഴെങ്ങും ഒരാഘോഷം ഉണ്ടാവില്ല. പിന്നെന്ത് ചെയ്യാന്? നാത്തൂനെ, ഞാനൊരു നാത്തൂനെ. ശരി, ഞാനൊരു ഐഡിയ പറയാം. ഇപ്പം മഞ്ഞുകാലമല്ലേ, നമുക്കെല്ലാവർക്കും കൂടി പുറത്തു പോയി ഒരു ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്ത് ആഘോഷിക്കാന്ന് പറയണം. അതാവുമ്പോ ആ തീയിൽ തന്നെ അവള് ചാടി ചത്തോളും. മഹി സമ്മതിക്കും തോന്നുന്നില്ല. സമ്മതിപ്പിക്കണം ആന്റി. ആവശ്യം നമ്മുടേത്. കുടുംബത്തിലെ എല്ലാവരുടെയും പിണക്കം മാറ്റാനെന്നോ ഒത്തൊരുമ ഉണ്ടാക്കാനാണെന്നോ റിലാക്സേഷന് വേണ്ടിയാണെന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. എന്ത് പറയുന്നു എന്നുള്ളതിലല്ല കാര്യം, മഹേനെ കൊണ്ട് സമ്മതിപ്പിക്കുക എന്നതിലാണ് കാര്യം. സൂപ്പർ ഐഡിയ മോളെ. ഇതിലും ആള് വീഴും. അല്ല, നമ്മള് വീഴ്ത്തിയിരിക്കും. ഇപ്പൊ മനസ്സിലായോ? ഓട്ട സൂപ്പും കെട്ടിപ്പിടിച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ലാന്ന്. മനസ്സിലായി മോളെ. അങ്ങനെ നമ്മുടെ ഒരു ശത്രു കൂടി ഇല്ലാതാവുന്നു അല്ലേ? അതെ. പക്ഷേ നമുക്ക് നല്ലോണം ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് വേണം ഇത് മഹേന്റെ മുന്നിൽ അവതരിപ്പിക്കാൻ. അവസരം ഒന്നേ ഉള്ളൂ. മഹേട്ടൻ നോ പറഞ്ഞ പിന്നെ തീർന്നു. അതുകൊണ്ട് മഹേട്ടൻ സമ്മതിക്കുന്ന രീതിയിൽ വേണം നമ്മുടെ പ്രസന്റേഷൻ. ഗംഗ പറയുന്നത് വെച്ച് നോക്കുമ്പോ ഏതോ ദുരാത്മാവ് മാളുവിന്റെ ശരീരത്തിൽ പ്രവേശിച്ചതായാണ് തോന്നുന്നത്. അതെ തിരുമേനി, അങ്ങനെ തന്നെ എനിക്ക് തോന്നിയത്. അതാ ഞാൻ തിരുമേനിയെ കാണാൻ ഉടനെ ഇവിടേക്ക് വന്നത്. എന്തേലും പ്രതിവിധി ചെയ്ത് എന്റെ കുഞ്ഞിനെ രക്ഷിക്കണം തിരുമേനി. പ്രശ്നവിധിയിൽ എന്താ സംഭവിച്ചതെന്ന് അറിയാൻ കഴിയുന്നില്ല ഗംഗേ. കടുത്ത കർമ്മം എന്തോ അവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്യും തിരുമേനി? എനിക്ക് എന്റെ മാളുവിനെ രക്ഷിച്ചേ മതിയാവൂ. നമുക്കിനി എന്താ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഉഗ്രമൂർത്തി ആയതുകൊണ്ട് അവൾക്കരികിൽ ഗൗരിയുടെ ആത്മാവിന് പോലും നിൽക്കാൻ സാധിക്കില്ല. അയ്യോ, ചൂട് കൂടുന്നു. പൊള്ളുന്നു എനിക്ക്. എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. അത് ചെയ്തവർ
ആ പാവയിലാവും ആ ദുരാത്മാവിനെ അവിടെ എത്തിച്ചിട്ടുണ്ടാവുക. അത് കിട്ടിയാൽ നമുക്കെന്തെങ്കിലും ചെയ്യാൻ സാധിച്ചേക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഗംഗ ആ പാവ ഇവിടെ എത്തിക്കുക. ശരി തിരുമേനി, ഞാനത് ഉടനെ കൊണ്ടുവരാം. നാത്തും ചെല്ലേ, ഞങ്ങൾ ഇവിടെ ഇരിക്കാം. ശരി ആന്റി, തൽക്കാലം മഹിയിട്ട് നിങ്ങളെ കാണണ്ട. എങ്കിൽ ഞാൻ പോയി സംസാരിച്ചിട്ട് വരാം. മഹി, എന്താ അമ്മേ? മോൻ തിരക്കിലാണോ? ഏയ് അമ്മ, കാര്യം പറ. ഞാൻ എന്റെ ഒരു ആഗ്രഹം നിന്നോട് പറയാൻ വന്നതാ. ആഹാ, എന്താ അമ്മേ? അല്ല മഹി, നമ്മുടെ വീട്ടിലിപ്പോ പഴയതുപോലുള്ള ആഘോഷങ്ങളൊന്നുമില്ല. എനിക്ക് അതൊക്കെ വല്ലാതെ മിസ് ചെയ്യുന്ന പോലെ. അത് ഓരോരോ പ്രശ്നങ്ങൾ കാരണമല്ലേ അമ്മേ? അതെ, സത്യം പറയാലോ, രാഹുലിന്റെയും നിന്റെയും വിവാഹം പോലും ഞാൻ ആഗ്രഹിച്ചതുപോലെ നടന്നില്ല. ഇപ്പൊ ആണെങ്കി രാജി ഗർഭിണിയോ, അവളുടെ മനസ്സിനും സന്തോഷമുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ. അങ്ങനെ ആലോചിച്ചപ്പോഴാ ഇങ്ങനൊരു ഐഡിയ എന്റെ മനസ്സിൽ തോന്നിയത്. അമ്മ എന്തായാലും പറ, എങ്കിലല്ലേ അറിയാൻ പറ്റൂ. ഇപ്പോ നല്ല മഞ്ഞല്ലേ മോനെ, നമുക്ക് പുറത്തെവിടെങ്കിലും പോയി രാത്രി ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്ത് പാചകമൊക്കെ ചെയ്ത് ഉറക്കം വരുന്നവരെ എല്ലാവരും സന്തോഷത്തോടു കൂടി വർത്താനമൊക്കെ പറഞ്ഞിരിക്കാമല്ലോ. ഇതാണോ കാര്യം? ഇത് നല്ല കാര്യമല്ലേ? അതേ മോനെ, നമ്മുടെ വീട്ടിൽ പലർക്കും ഇടയിലുള്ള സൗന്ദര്യപ്പിണക്കം പോകാനും എല്ലാവരും തമ്മിൽ നല്ലൊരു സ്നേഹബന്ധം ഉണ്ടാകുന്നതിനും ഇത്തരം സന്ദർഭങ്ങൾ സഹായിക്കും. ശരിയാ, എനിക്ക് സമ്മതം. അമ്മ ബാക്കി കാര്യങ്ങൾ പ്ലാൻ ചെയ്തു. എല്ലാത്തിനും ഞാനുണ്ടാവും. അത് മാത്രമല്ല, മാളുവിനും ഇത് വലിയ സന്തോഷമാവും. അതെ അതെ, മോളെ കുറിച്ചുകൂടി ആലോചിച്ചിട്ടാ ഞാൻ ഇങ്ങനൊരു അഭിപ്രായം പറഞ്ഞത്. ഏതായാലും നന്നായി. നല്ലൊരു അഭിപ്രായം അമ്മ പറഞ്ഞത്. സന്തോഷായി മോനെ. എന്റെ ഒരു ആഗ്രഹത്തിന് നീ തടസ്സം നിൽക്കില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. എങ്കിൽ നിന്റെ ജോലി നടക്കട്ടെ. ശരി അമ്മ. എല്ലാം സെറ്റല്ലേ നാത്തുനെ? ഈ ദേവിയാനി ഒരു കാര്യമറ്റ അത് നടത്തിയിരിക്കും. ഇനി നമ്മൾ ആഗ്രഹിച്ചതുപോലെ ആ മാളും ആ തീയിൽ ചാടും. അതോടെ ആ ശല്യം എന്നേക്കുമായി അവസാനിക്കും. എത്രയും പെട്ടെന്ന് ആ ഡോള് കണ്ടെത്തണം. എങ്ങും അത് കാണുന്നില്ലല്ലോ. ഞാൻ എന്ത് ചെയ്യും? ആ, ഗൗരി ചേച്ചിയോട് കാര്യം പറയാം. ചേച്ചി എന്തെങ്കിലും വഴി പറഞ്ഞു തരാതിരിക്കില്ല. ഗൗരി ചേച്ചി. ഗംഗേ, ഗൗരി ചേച്ചി, നമ്മളെടുത്ത ആ ഡോള് അകത്തിരിക്കുന്ന ഞാൻ കണ്ടതാ. പക്ഷെ അതിപ്പോ കാണുന്നില്ല. ഇവിടെ എന്തൊക്കെയോ കാര്യമായ പ്രശ്നങ്ങളുണ്ട് ചേച്ചി. മാളുവിന് എന്തോ പ്രശ്നമുണ്ട് ചേച്ചി. ഭട്ടതിരി പറഞ്ഞതുപോലെ പ്രശ്നങ്ങൾ നിസ്സാരമല്ല. അത്ര പെട്ടെന്നൊന്നും ആ ദുരാത്മാവിനെ ഒഴിപ്പിക്കാൻ സാധിക്കുന്ന തോന്നുന്നില്ല. അതെ ഗംഗേ, ആ ദുരാത്മാവിന്റെ സാന്നിധ്യത്തിൽ എനിക്ക് നിൽക്കാൻ പോലും സാധിക്കുന്നില്ല. ഗംഗ എന്തൊക്കെയാ സംസാരിച്ചു നിൽക്കുന്നത്? ഇതിനു മുമ്പും
ഗംഗ ഇങ്ങനെ തനിയെ സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അന്നൊന്നും എന്താണെന്ന് ചോദിച്ചിട്ട് ഗംഗ പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ അറിയാത്ത എന്തോ കാര്യം ഇതിന് പിന്നിലുണ്ട്. അതെന്താണെന്ന് അറിയണം. ഗംഗയോട് തന്നെ ഒരിക്കൽ കൂടി നേരിട്ട് ഇതേക്കുറിച്ച് ചോദിച്ചറിയണം. എന്താ ചെയ്യാൻ പറ്റാന്ന് നമുക്ക് നോക്കാം ഗംഗെ. ആദ്യം നീ ഒന്ന് ടെൻഷൻ ആവാതിരിക്കെ. ശരി ചേച്ചി. നമ്മള് എന്തൊക്കെ പറഞ്ഞ് സമാധാനിക്കാൻ ശ്രമിച്ചാലും കുഞ്ഞുങ്ങൾക്കൊരു പ്രശ്നം വന്നാ മനസ്സിന് സമാധാനം കിട്ടില്ല ചേച്ചി. അതെ, അത് ശരിയാ. നേരത്തെ വരുമെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഞാൻ കാത്തു നിൽക്കുകയായിരുന്നു. നിനക്കൊരു സർപ്രൈസ് ഉണ്ട്, അതാ ഞാൻ വിളിച്ചു പറഞ്ഞത്. എന്താ രാഹുലേട്ടാ? അല്ല, ഇതെന്തേ കയ്യില്?